സാരമില്ല, വീണ് 2 ആഴ്ച മുമ്പ്. എങ്ങനെയുണ്ടോ? ഓ, ഇങ്ങനെ ഇരിക്കുന്നു. എത്ര വയസ്സായി? അമ്മച്ചിക്ക് എന്ന് പറ്റിയത്? ഒരാഴ്ചയായി. നടന്നു പോയപ്പോ വീണ. മോനെന്ത് ചെയ്യുന്നു? ഇവിടെ വേറെ സ്കൂളിൽ. അതിന് 2 മാസമായിട്ട് മരുന്ന് കൊടുത്തേ. എന്ത് ചെയ്യാണ്? ഇപ്പൊ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? എത്ര വർഷമായി വന്നിട്ട്? 45 വർഷം കൂടെ ഉണ്ട്. ആരാ ആദ്യം കൊണ്ടുവരുന്നത്? പപ്പായ. മോന്റെ അപ്പച്ചനാ? മോന്റെ അപ്പൂപ്പൻ, പപ്പാടെ പപ്പ. അങ്ങനെ ആദ്യം എവിടുന്ന് കൊണ്ടുവരുന്നത്? കോടനാണ്. കുഞ്ഞിലെ കൊണ്ടുവരുന്നു? അമ്മയുടെ വീഡിയോ കാണും. മോന്റെ പപ്പയ്ക്ക് എന്ത് പേര്? പപ്പ മരിച്ചു. ഇവിടെ 3 പിള്ളേരുണ്ട്. ഇല്ലാമെങ്കിൽ 3 ആൺപിള്ളേരായിരുന്നു. ഒരാള് ഗൾഫില്, 2 പേര് മരിച്ചുപോയി. മരിച്ച ഒരാളുടെ മകനായിരുന്നു. ഇങ്ങനെയാണ് ആനയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബുക്കിങ്ങും കാര്യവും എല്ലാം. പുറത്ത് പ്രോഗ്രാമിന് പോകുന്നുണ്ടോ? മറ്റേ ആനയാ പോയത്. തൃശ്ശൂർ പൂരത്തിന്. ദൂരം അനുസരിച്ചാണോ പൈസ? ദൂരം അനുസരിച്ചാണോ പൈസ? ഈ വർഷം എത്ര പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉത്സവ? പാപ്പാമാർ എത്ര പേരുണ്ട്? നിങ്ങൾ 2 പേരാ? മോനെന്ത് ചെയ്യുന്നു? ഈ വീട് എത്ര വർഷം പഴക്കമുണ്ട്? 35 വർഷം. 35 വർഷമായി. നോക്കാമോ? എന്താ പറയുക? അളിയന്റെ മോനെ അവിടെ വിവാഹം കഴിക്കാൻ
ഇത് എവിടുത്തെ പട്ടയാണ്? ഇത് പാലക്കാടല്ലേ? എവിടെ വീട്? പാലക്കാട്. പാലക്കാട് കൊല്ലംകോട്. കൊല്ലംകോട്. എത്ര വർഷമായോ? ഞാൻ 4 വർഷമായി. കൊച്ചില് ഞാൻ ആനപ്പണിക്ക് ചെറുപ്പത്തിൽ ഇറങ്ങി. ആ വേറെ ആരാ? അച്ഛനോ? അച്ഛൻ. ഇവിടെ 4 വർഷമായി. ഞാനുടെ ജീപ്പ് മോൻ്റെ ഒരു അറിയിപ്പ് കൊടുത്ത 200 പേര് വന്നത്. ഒരു മേലാത്തോണ്ട് ഇനി എന്നാ മോനെ പ്രോഗ്രാം? ഇത് പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് ഇവിടെ നയിക്കട്ടെ. ഓഗസ്റ്റ് വരെ ഇങ്ങനെ നിൽക്കും. ഒക്ടോബർ കരിനാപ്പിളൊക്കെ എത്ര രൂപ കൊടുക്കുന്നത്? കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല, കൊല്ലത്തേക്കൊന്നും വന്നില്ല. ആനേടി വന്നില്ല. ആനേടി മാത്രമേ വന്നുള്ളൂ. അതുപോലെ അമ്പലത്തിന് 2-3 ഗ്രൂപ്പുണ്ട്. ഓരോരുത്തർ തുക പറഞ്ഞ് കൂടും. കഴിഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ 4 മതിയായില്ലേ? ഒരമ്പലത്തിൽ 3 ഗ്രൂപ്പായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ പരിപാടിക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അതനുസരിച്ച് നമുക്കൊരു മിനിമം ഒറ്റയ്ക്ക് എടുത്തില്ലേ? അവിടെ വരെ ഇപ്പൊ ആരും അങ്ങനെ അടുപ്പിച്ചിട്ടില്ല. മാത്രം അവിടെ നിർത്തും. അമ്മ അറിയാമല്ലോ. അവരെല്ലാരും അടുത്തോട്ട് വന്നിട്ടില്ല. ഒരു ഡിസ്റ്റൻസ് ഒക്കെ പാപ്പാമാര് അവര് പോകും. എല്ലാ കാര്യങ്ങളും ഒരു മാസമായല്ലേ? നിൽക്കാം പോടാ. സാർ ഒരു മിനിറ്റ്. അല്ല അവൻ്റെ സാർ ഇതൊന്നും പിടിക്കാം. ഒരു മിനിറ്റ്. നമസ്കാരം. നമ്മളോട് ഇപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയിരിക്കുന്ന നമ്മുടെ പാമ്പാടി രാജനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നതാണ്. നമുക്കൊന്ന് നമസ്കാരം സാർ. എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ടൊരു? ഞാൻ പണ്ട് പാമ്പാടി രാജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈ നേരിട്ട് കണ്ടിട്ടില്ല. അവിടെയൊക്കെ പരിപാടികളിലൊക്കെ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതുവഴി പോയപ്പം ഒന്ന് കാണണം, കണ്ടടുത്ത് കണ്ട് പിന്നെ പരിപാലിക്കുന്നൊക്കെ നോക്കണം. ആനക്കൊമ്പക്കാരനാണ്. ആനയോട് താല്പര്യമുണ്ട്, ചെറുപ്പം തൊട്ട് താല്പര്യമുണ്ട്. പിന്നെ അമ്മാമ്മയും ഇങ്ങനെ ആന നോക്കുന്നൊരു അമ്മാമ്മയുണ്ട്. അപ്പൊ അമ്മാമ്മയൊക്കെ ഒന്ന് നേരിട്ട് കാണാം. സന്തോഷം. അതിനെയൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു ആണ്. ഇപ്പൊ അടുത്ത് അവിടെ എന്തെങ്കിലും പരിപാടിക്ക് സാർ തന്നെ ഇടപെട്ട് വിളിക്കണമെന്ന് ആഗ്രഹിക്കും. ഒത്തിരി നമ്മുടെ പിള്ളേരൊക്കെ ഈ രാധനെ അവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ദൈവം സഹായിക്കാൻ അടുത്ത വർഷം നോക്കാം.
അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അതെ എത്തിയതാണ്. അതെ. അപ്പൊ വന്നിട്ട് സന്തോഷം. ആനക്കമ്പക്കാരുടെ എല്ലാം മനസ്സിൽ ഈ രാജനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഭയങ്കര ആരാധനയാണ്. ആണ്. ഇപ്പോ ഒത്തിരി കാലമായി ഇത് അങ്ങോട്ട് വന്നിട്ട്, തെക്കൻ കേരളത്തിലോട്ട് വന്നിട്ട്. ഓണാട്ടുകരയാണ് ഞങ്ങളുടെ സ്ഥലം. ഓക്കെ. അപ്പൊ അടുത്ത വർഷം നോക്കട്ടെ, എവിടെങ്കിലും കൊണ്ടുവരണം. എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ മണ്ഡലത്തിൽ? സജീവ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങള് കാണാറുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും. മുന്നോട്ട് നല്ലൊരു ജനപ്രതിനിധിയായിട്ട് ഇപ്പം നല്ല ജനപ്രതിനിധി എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇതിൽ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.